തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കുക. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആണ് ദിവാശ്ചര്യമായ സുരസ്തുനാഥ ഒരു പ്രാവശ്യങ്ങളുടെ കർത്താവേ, അവിടുന്ന് കർത്താവെ അങ്ങയുടെ സന്നിധി അടികൾക്ക് ഒരുമിച്ച് കടന്നു വരത്തക്കൊണ്ട് ഒരുക്കിയിരിക്കുന്ന വൻകൃപാൾക്കായ നദിയോട് സ്തോത്രം. കർത്താവ് പുതുക്കപ്പെട്ട വർഷത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തന്നിരിക്കുന്ന വൻകൃപാൾക്കായ നദിയോട് സ്തോത്രം. കൃപയുടെ സാന്നിധ്യത്താൽ അവിടുന്ന് കർത്താവ് പുതുവർഷം കർത്താവ് ഇടയങ്ങളുടെ ആയുസ്സിൽ കർത്താവ് അങ്ങുമായിട്ടുള്ള പുതിയ ബന്ധത്തിലേക്കും അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതത്തിലേക്ക് ആടിയങ്ങൾ ഓരോരുത്തരും വളരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുറവും ഞങ്ങളെ ബലി ക്ഷമിച്ച കർത്താവെ, ഇതോളം നിലനിർത്തിയ അവൻ കൃപാൾക്കായ നന്ദിയോട് സ്വന്തം കർത്താവ്. വചനമങ്ങയുടെ ജനമങ്ങയുടെ അടിയനങ്ങയുടെ കർത്താവെ, അതിൻ്റെ വിലയിനും കുറവുകളും കണക്കിടാതെ കർത്താവെ, അങ്ങയുടെ മഹത്വത്തിനൊത്തോണം കർത്താവെ, അവിടുന്ന് തൻ്റെ ജനത്തെ നയിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ ശബ്ദത്തോടാണ് വാക്കുകളോ കണ്ടത്തോടോ ഉള്ള കർത്താവെ, എൻ്റെ മഹത്വത്തിനൊത്തോണം കർത്താവെ, തൻ്റെ ജനത്തെ എൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നിൻ്റെ കൃപയിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിന്റെ പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പുനഃത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അലോറ്റ കൃപകളാൽ നമ്മുടെ ആയുസ്സിൽ ഒരു പുതുവർഷത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ നന്മകളാണ് ഓരോ പുതുവർഷത്തിൽ കടന്നു വരുവാനും ദൈവിക കൃപകളിൽ ബലപ്പെട്ട് മുന്നേറുവാൻ ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നതും. നാം ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആയുസ്സിൻ്റെ ഈ വർഷങ്ങൾ അത്രയും എത്ര അത്ഭുതകരമായി ദൈവം നമ്മളെ ഓരോരുത്തരെയും നിലനിർത്തിയിട്ടുണ്ട്. വേദനകളുടെയും പ്രതിസന്ധികളുടെയും നെടുവീർപ്പിൻ്റെയും താഴ്വരകളിൽ, പ്രത്യേകിച്ച് ഇന്ന് ലോകമെമ്പാടും നാം ചുറ്റും നോക്കുമ്പോൾ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, അങ്ങനെ അനേകമായ പ്രതിസന്ധികളുടെ മധ്യത്തിനാണ് ജനങ്ങൾ കടന്നു പോകുന്നത്. എത്രയോ ദേശങ്ങളിൽ ഇന്ന് അനിശ്ചിതത്തിൻ്റെ മധ്യത്തിൽ കടന്നു പോകുന്നു, സമാധാനമില്ലാതെ അലയുന്നു, യുദ്ധം മൂലം എത്രയോ ക്ലേശങ്ങളിൽ കടന്നു പോകുന്നു. അതിൻ്റെ മധ്യത്തിൽ നാമൊക്കെ എത്രമാത്രം അനുഗ്രഹീതമായ ജനങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, എങ്കിലും സമാധാനത്തിൻ്റെ ഒരംശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നവരാണ്. ദൈവം എന്നിലും നിങ്ങളിലും ഓരോ വർഷം ആഗ്രഹിക്കുന്നത് നമ്മൾ അല്പം കൂടെ ദൈവവുമായിട്ട് അടുക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവസന്നിധിയിൽ വളരുവാനുമാണ്. ക്രിസ്തുവിനോടൊപ്പം വളരുവാനാണ് ദൈവം നമ്മളിൽ കൂടെ ഓരോരുത്തരിലും ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ വളർച്ചയിൽ കടന്നു വരണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ തലയോളം വളരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളുടെ ആവശ്യമുണ്ട്. ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ നാം ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രൈസ്തവ സമൂഹം ഇന്ന് എവിടെയാണ്, അതിൻ്റെ സാഹചര്യം എന്താണ്, എന്തുകൊണ്ട് അനേകർ ക്രൈസ്തവ സമൂഹം വിട്ട് മറ്റ് സമുദായത്തിലേക്കോ മറ്റ് ഇതിലേക്കോ കടന്നു പോകുന്നതെന്നുണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും പാശ്ചാത്യ നാടുകളിൽ, ഇന്ന് കേരളക്കരയിൽ നാം നോക്കുകയാണെങ്കിൽ എത്രയോ ദേവാലയങ്ങളിൽ വിരലിലെണ്ണാൻ മാത്രം ജനങ്ങൾ കടന്നു വരുന്നൊരവസ്ഥ, മധ്യവയസ്കരും യുവതലമുറകളും കാണാത്ത അവസ്ഥകൾ. വാർദ്ധക്യത്തിലോട്ടുള്ള ഒരു ജനസമൂഹമാണ് ഇന്ന് പല ദേവാലയങ്ങളിലും കടന്നു വന്ന് ആ ദൈവിക ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കുന്നത്. അനേക യുവതലമുറകളോട് നാം ചോദിക്കുകയാണെങ്കിൽ അവരുടെ ചോദ്യം ഇതാണ്: എന്തിന് ഞാൻ ദേവാലയങ്ങളിൽ കടന്നു വരണം? അവിടെ നടക്കപ്പെടുന്ന പൊളിറ്റിക്സ് കാണാനോ, അതോ ഓരോ ആഴ്ചയിലും അവിടെ എന്താ നടത്തപ്പെടുന്നതെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത അവസ്ഥ. കാലോചിതമായ മാറ്റങ്ങൾ നമ്മുടെ ചുറ്റും, നമ്മുടെ സമൂഹത്തിലും, നമ്മുടെ ഔദ്യോഗിക രംഗത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ഇന്ന് മാറ്റം വരാതെ നിൽക്കുന്നത് ആത്മീയ മേഖലകൾ മാത്രമാണ്. സാങ്കേതികമായി എത്രമാത്രം വളർന്നിട്ടും അതിനെ യഥാർത്ഥമായി ദൈവനാമ മഹത്വത്തിനായി നാം ഉപയുക്തമാക്കുവാൻ കഴിയുന്നുണ്ടോയെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മളുടെ പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹത്തിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ക്രിസ്ത്യാനികളിൽ നിന്ന് നാമകരണത്തിൽ മാത്രം ജീവിക്കുന്നവരെ യഥാർത്ഥമായി ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ത്യാഗമുണ്ട്, വേദനകളുണ്ട്, ചിലപ്പോൾ നിന്ദിക്കപ്പെടുന്ന അവസ്ഥയായിരിക്കും. അത് സഹിക്കുവാൻ നാം സന്നദ്ധരാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന തലയോളം നമുക്ക് വളരുവാൻ ഇടയാകുന്നത്. ഈ വർഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ
അപ്രകാരം ഒരു പ്രതിജ്ഞയോട് മുന്നേറുവാൻ ഒരു ആഹ്വാനമാണ് ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 4:15 പൗലോസ്ലീഹ പറയുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് സകലത്തിലും ക്രിസ്തുവാകുന്ന തലയോളം വളരണം. 2 കാര്യമാണ് അവിടെ പറയുന്നത്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. ഇന്ന് നാം ചുറ്റും നോക്കുമ്പോൾ ഒരു മൂല്യവുമില്ലാത്ത 2 കാര്യങ്ങളാണ് ഇത് രണ്ടും. വാക്കിനാലും അല്ലെങ്കിൽ വെറും വാക്കിൽ മാത്രം ഒതുങ്ങുന്ന 2 കാര്യങ്ങൾ, സ്നേഹവും സത്യവും. ജീവിതത്തിൽ സത്യം ഇല്ലാത്തൊരു ജനസമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. താൻ നേടുവാൻ ആഗ്രഹിക്കുന്നത് എത്ര വക്രബുദ്ധി ഉപയോഗിച്ചും എന്ത് കാണിച്ചും അത് നേടുവാനുള്ള പരിശ്രമം. സാഹചര്യങ്ങൾക്കൊത്തവണ്ണം സ്നേഹം പ്രകടിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നാം ഒന്നെന്ന് പറയുമെങ്കിലും ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഉണ്ടോയെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു ഉണ്ടെങ്കിൽ ആ സ്നേഹം കാണും, ആ സത്യം കാണും. ഇന്ന് സഭകളും ശുശ്രൂഷകളിലും ഇത്രമാത്രം വിദ്വേഷങ്ങളും പ്രതിസന്ധികളും ഉയരുകയില്ല. ഈ 2025 ആദ്യ വെള്ളിയാഴ്ച എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ഈ 2024 വരെ ജീവിച്ചതുപോലെയാണോ 2025 നാം ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും? ഇവിടെ വ്യക്തമായ കർത്താവിൻ്റെ ആഹ്വാനം നമ്മളോട് എന്താണ്? സത്യം സംസാരിച്ച് സകലത്തിലും ക്രിസ്തു എന്ന തലയോളം വളരണം. ക്രിസ്തു എന്ന തലയോളം വളരുക എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 തൂണാണ് സ്നേഹവും സത്യവും. ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇതിന് 2നും നാം മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വ്യക്തതയോടെ കർത്താവിൻ്റെ പ്രവർത്തനം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകളിലും ദേവാലയങ്ങളിലും മറ്റു പ്രവർത്തന മേഖലകളിലും നമുക്ക് രുചിച്ചറിയുവാൻ കഴിയും. പക്ഷെ ഇതിൽ നിലകൊള്ളുക എന്ന് പറയുന്നത് ഏറ്റവും ക്ലേശകരമായ കാര്യങ്ങളുമാണ്. ഞാൻ മുൻപോട്ട് വായിക്കട്ടെ. 1 കൊരിന്ത്യർ 13:6 ഇപ്രകാരമാണ് പറയുന്നത്, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. അനീതിയിൽ സന്തോഷിക്കാതെ. ഇന്ന് നാം ചുറ്റും നോക്കുമ്പോൾ അനീതി മാത്രമേ കാണുവാൻ കഴിയുള്ളൂ. കുടുംബജീവിതത്തിൽ മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള അനീതികൾ, വ്യക്തിഗത ജീവിതത്തിലുള്ള അനീതികൾ, ദാമ്പത്യ ജീവിതത്തിലുള്ള അനീതികൾ, ഔദ്യോഗിക രംഗത്തും എന്തിന് ആത്മീയ രംഗത്ത് പോലും കാണുന്ന അനീതികൾ. അതിൽ സന്തോഷിക്കുക മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനത്തെയാണ് നാം കാണുന്നത്. അവിടെയാണ് മാറ്റത്തിൻ്റെ ആവശ്യം. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുവിൻ. 1 യോഹന്നാൻ 3:18 ഇപ്രകാരമാണ് പറയുന്നത്, കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലുമല്ല, പിന്നെയോ പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഇത് തന്നെയല്ലേ എഫേസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്. ഇവിടെ യോഹന്നാൻ സ്ലീഹ പറയുന്നത് പോലെ, വാക്കിനാലും നാവിനാലുമല്ല, എങ്കിലോ പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കുക. ഈ പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കാൻ വലിയ പ്രയാസമാണ്. പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കണമെങ്കിൽ നാം ഒരു പുതിയ മനുഷ്യനായേ തീരൂ. നമ്മൾ പുതുക്കപ്പെട്ട അവസ്ഥയിലായേ തീർന്നുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ചിന്തകൾക്കും നിരൂപണങ്ങൾക്കും നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ആ മാറ്റം വരുത്തുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരുവരെ കാണുമ്പോൾ സ്നേഹപ്രകടനം കൊണ്ട് അവനെ വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി യഥാർത്ഥമായ സ്നേഹം അവനിൽ കാണിക്കുവാൻ നാം പരിശ്രമിക്കണം. സത്യം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. അനേകർ പറയുന്നത്, ഞാൻ സത്യം പറഞ്ഞു, പക്ഷെ പൂർണ്ണ സത്യം, പൂർണ്ണയുമില്ല, അർദ്ധവുമില്ല, ഒന്നുമില്ല. സത്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി നാം ജീവിക്കാൻ പഠിക്കണം. മുമ്പോട്ട് വായിക്കട്ടെ. എഫേസ്യ ലേഖനം 4:14 ഇപ്രകാരമാണ് പറയുന്നത്, അങ്ങനെ നാം ഇനിയും മനുഷ്യരുടെ വഞ്ചനയാലും ഉപായത്താലും വഴിതെറ്റിക്കുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാലും ആടിയുലയുന്ന ശിശുക്കളാകരുത്. അത് ഇത്രമാത്രം ആ കാലയളവിൽ എഫേസ്യ സഭയോട് പറഞ്ഞെങ്കിൽ
ഇന്ന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ലോകത്തിൻ്റെ എമ്പാടും അനേകമായ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ വചനം പ്രസ്താവിക്കുന്ന അനേകർ യഥാർത്ഥത്തിൽ നമ്മെ വഴിതെറ്റിക്കുന്ന വചനത്തിലേക്കാണ് നയിക്കപ്പെടുന്നത്. വചനമെടുത്ത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് അതിൻ്റെ യഥാർത്ഥ അർത്ഥം ബോധ്യപ്പെടുത്തുവാൻ കഴിയാതെ, മനസ്സിലാക്കാൻ കഴിയാത്ത ജനത്തിൻ്റെ മധ്യത്തിൽ അവരെ വശീകരിക്കുന്ന അവസ്ഥ. എഫേസ്യ ലേഖനം 2000 വർഷം മുമ്പ് പൗലോസ്ലിയ എഴുതുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മളെ വീണ്ടെടുക്കത്തക്കാണ് നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട ക്രിസ്തുവുമായിട്ടൊരു ബന്ധമില്ലാതെ നാം എന്ത് സംസാരിച്ചാലും എന്ത് പ്രഖ്യാപിച്ചാലും അവിടെ സ്നേഹവും സത്യവും നിലകൊള്ളുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എഫേസ്യ ലേഖനം 4:16 പറയുന്നത്, ശരീരം മുഴുവനും യോഗ്യമായ വിധത്തിൽ ചേർന്ന് സകല സന്ധിബന്ധങ്ങളാലും സംയോജിച്ച് ഓരോ അവയവവും അതതിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ ശരീരം സ്നേഹത്തിൽ അഭിവൃദ്ധിക്കായി വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ ഒരുമിച്ച് ഉള്ള പ്രവർത്തനത്തിന് മാത്രമേ അഭിവൃദ്ധിയുള്ളൂ. ഞാനൊരു ഇടവകയിലായിരിക്കുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ആ ഇടവകയ്ക്ക് ഒരു അഭിവൃദ്ധിയും വരികയില്ല. എന്നെ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ ഞാൻ വ്യക്തിഗത താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചാൽ ആ ശുശ്രൂഷയ്ക്ക് ഒരു അഭിവൃദ്ധി വരികയില്ല. കാരണം അവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയില്ല. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായി പ്രവർത്തിക്കുന്ന ജനമാണെങ്കിൽ അവിടെയാണ് ക്രിസ്തുവിൻ്റെ പ്രവർത്തനം കാണുവാൻ ഇടയാകുന്നത്. ഞാൻ മറ്റുള്ളവനെക്കാട്ട് ശ്രേഷ്ഠനെന്ന് കരുതി പ്രവർത്തിച്ചാൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അവരുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ഒരിക്കലും അനുഭവമാക്കുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ രണ്ടാം വരവിനായി യഥാർത്ഥമായി നാം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം താഴ്മയും വിനയവും സത്യവും നീതിയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അതുണ്ടോയെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം പ്രവർത്തിക്കുവാൻ പലപ്പോഴും ഇറങ്ങിത്തിരിക്കും, പക്ഷെ ആ പ്രവർത്തനത്തിന് ഫലം കായ്ക്കാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും സത്യവും നീതിയും ഇല്ലാത്ത അവസ്ഥകളാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ആരെയും എക്മയും വഞ്ചനയാൽ വശീകരിച്ച് വീഴ്ത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നാം ചുറ്റും കേൾക്കുന്നതും മനസ്സിലാക്കുന്നു. അവിടെയാണ് ദൈവവചനത്തിനൊരു മാറ്റം വരേണ്ടത്. അവിടെയാണ് ദൈവിക പ്രവർത്തനങ്ങൾക്കൊരു മാറ്റം വരുന്നത്. സത്യത്തിൽ സംസാരിക്കുന്നവരെ കണ്ട് മനസ്സിലാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ആരുടെയും വഞ്ചനയിൽ വീഴുവാനാകാതെ യഥാർത്ഥമായ സത്യം മനസ്സിലാക്കുവാൻ. സത്യം എന്ന് പറയുമ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിലേക്ക് നയിക്കുന്നവൻ മാത്രമാണ് സത്യത്തിൽ ജീവിക്കുന്നത്. മറ്റാരെന്ത് പറഞ്ഞാലും അവരുടെ വ്യക്തിഗത സ്വാർത്ഥ താല്പര്യങ്ങൾക്കുള്ള പ്രവർത്തനമാണെങ്കിൽ അവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമില്ല. ക്രിസ്തുവിലേക്ക് നയിക്കുന്നവന് മാത്രമേ യഥാർത്ഥമായ സത്യത്തിൽ നിലകൊള്ളുവാൻ കഴിയുകയുള്ളൂ. 1 തിമോത്തി 1:5 ഇപ്രകാരമാണ് പറയുന്നത്, കൽപ്പനയുടെ ലക്ഷ്യമോ പരിശുദ്ധമായ ഹൃദയവും നല്ല മനസാക്ഷി ആത്മാർത്ഥമായ വിശ്വാസം എന്നിവയിൽ നിന്നുളവാകുന്ന സ്നേഹമാകും. നാം എവിടെയും കർത്താവിൻ്റെ ലേഖനങ്ങൾ ഉടനീളം പഠിക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നൊരു വാക്കാണ് സ്നേഹം, അകമഴിഞ്ഞ സ്നേഹം. കാരണം കർത്താവ് അത് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടാണ് പോയത്. സ്വയമായി ക്രൂശിന്മേൽ വേദന വഹിച്ച് യാഗമായി അർപ്പിക്കപ്പെട്ട സ്വന്തം രക്തത്താൽ നമ്മുടെ പാപത്തെ കഴുകിയ സ്നേഹമാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മറ്റുള്ളവരെ വഹിക്കുവാൻ കഴിയാത്ത വിധമാണ് നമ്മുടെ സ്നേഹമെങ്കിൽ അവിടെ സ്നേഹമില്ല പ്രിയ സഹോദര സഹോദരി. ഒരേ വായിലിരുന്ന് പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലെങ്കിൽ സ്നേഹമില്ല പ്രിയ സഹോദര സഹോദരി. നാം എത്ര പാടിയാലും, എത്ര കൈകൊട്ടിയാലും, എത്ര ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞാലും അത് വ്യാജമാണ്, വഞ്ചനയാണ്. കാരണം സ്നേഹത്തിൽ നമുക്ക് വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റെന്ത് കാണിച്ചാലും അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതേ ആകെയില്ല.
റോമാലേഖനം 12:9 ഇപ്രകാരമാണ് പറയുന്നത്. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, സ്നേഹം നിർവാജ്യമായിരിക്കട്ടെ, തിന്മയെ വെറുത്ത് നന്മയോട് പറ്റിച്ചേരുവിൻ. തിന്മയെ വേർത്ത് നന്മയോട് പറ്റിച്ചേരുക. ഇന്ന് യഥാർത്ഥത്തിൽ നാം വ്യക്തിഗത ജീവിതത്തിലും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും എല്ലാം നോക്കി സ്നേഹം നിർവാജ്യമല്ല. ആ സ്നേഹത്തിന്റെ പുറകിൽ ചില കാര്യങ്ങളൊക്കെ നേടുവാനുള്ള ഒരു ചെറിയ ഒരു അംശമുണ്ട്. നിർവാജ്യമായ സ്നേഹം തന്നത് ഒരുവൻ മാത്രം, കർത്താവ് മാത്രം. താൻ ക്രൂശിലേറുമ്പോഴും അന്നും പറയുന്നത് എന്താണ്? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാതെ അവരോട് ക്ഷമിക്കണമേ. അതാണ് നിർവാജ്യമായ സ്നേഹം. ഒന്നും ഇച്ഛിക്കാതെ, ഒന്നും ആഗ്രഹിക്കാതെ സ്വയം ത്യാഗമായി അർപ്പിക്കപ്പെടുന്ന അവസ്ഥ. അതുണ്ടോ ഇന്ന് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ? അതുണ്ടെങ്കിൽ എത്രയോ കുടുംബജീവിതം ശിഥിലമാകാതെ പോയേനേം, എത്രയോ ബന്ധങ്ങൾ നഷ്ടപ്പെടുവാനിടയാകാതെ നിലനിന്നേനേം. ഇന്ന് ഇല്ലാതെ പോയിരിക്കുന്നത് അതാണ്. ഇന്ന് ക്രയവിക്രയമുള്ളൊരു സ്നേഹബന്ധത്തിലാണ് നാം ജീവിക്കുന്നത്. ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ട് കൊടുക്കാം. തന്നോ തന്നില്ലയോ, ഒരിക്കൽ നേടിയോ നേടിയില്ലയോ, അതൊന്നും വകവെക്കാതെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ട് നമുക്ക്. എഫേസ്യലേഖനം 4:17-18 വായിക്കുമ്പോൾ, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത്, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ചിന്തകൾ അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനിയും നടക്കരുത്. ഹൃദയകാഠിന്യം നിമിത്തമുള്ള അജ്ഞാനത്താൽ അവരുടെ ബുദ്ധി ഇരുളടഞ്ഞതായി തീരുകയും ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യുന്നു. ഈ ലോകത്തെ മനുഷ്യ സഹജം പോലെ ജീവിക്കാനല്ല പഠിപ്പിക്കുന്നത്. എങ്കിലോ ദൈവിക ജനമായി, ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ ആലോചനകൾ മനസ്സിലാക്കിയുള്ള ജീവിതത്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത്, ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞാനത്താൽ അവരുടെ ബുദ്ധി ഇരുളടഞ്ഞതായി തീരുകയും ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തെ അവർ, കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ എത്രയോ ഡിനോമിനേഷൻസ് ഉണ്ട്. വളരും തോറും വളരുക എന്നുള്ള അവസ്ഥയാലാണ് ക്രൈസ്തവ സമൂഹം. കർത്താവ് നമ്മളോട് പറഞ്ഞു എന്തുവായിരിക്കെ? നാം ക്രിസ്തുവേശുവിൽ ഒന്നായിരിക്കണം, സ്നേഹത്തിൽ വർച്ചിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇങ്ങനെ വളരുകയും ചെയ്യുകയില്ല. പരസ്പരം ബഹുമാനമില്ലാത്ത അവസ്ഥ, പരസ്പരം വഹിക്കുവാൻ കഴിയാത്ത അവസ്ഥ. എന്തിന്? എന്ന് സമൂഹം ചോദിക്കുന്നു, എവിടെ നിങ്ങളുടെ ക്രിസ്തു? നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ദേവാലയങ്ങൾ എവിടെ ക്രിസ്തു? കാരണം മനുഷ്യന് സമാധാനവും ശാന്തിയും നൽകിക്കൊണ്ടിരുന്ന ദേവാലയങ്ങൾ ഇന്ന് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. അതിനൊരു മാറ്റം എനിക്കും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ, നമ്മൾ സ്നേഹത്തിനും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ, അത് തനിയെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകരുവാൻ നമുക്ക് കഴിയും. എഫേസ്യലേഖനം 4:19 ഇപ്രകാരമാണ് പറയുന്നത്, അവർ മനസ്സ് മരവിച്ച് അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് വേണേലും ചെയ്യാം. പിന്നെ അന്ന് ദേവാലയങ്ങളിലെ തിരുമേശകൾ സംബന്ധിച്ച്, കർത്താവേ ഞാൻ ഈ തെറ്റൊക്കെ ചെയ്തു, എന്നോടൊന്ന് ക്ഷമിക്കണമേ, അടുത്ത ആഴ്ച പിന്നെ എന്ത് വേണേലും ചെയ്യാം. ഈ ഒരു ചിന്തയിലാണ് ഇന്ന് ജനം ജീവിക്കുന്നത്. എഫേസ്യർ 4:20-21 വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചവരാകുന്നു. അവനിൽ ഉപദേശം ലഭിച്ചവരാണ്. ഇത്ര വ്യക്തമായിട്ടാണ് എഫെസ്യ സഭയോട് പൗലോസ് പറയുന്നത്.
നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്. അതായത് വ്യാജമുഖവും മറ്റു വഞ്ചനയും ഒന്നുമല്ല പഠിച്ചിരിക്കുന്നത്. അവിടെ പഠിച്ചിരിക്കുന്നത് യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട അവനിൽ ഉപദേശം ലഭിച്ചവരാകുന്നു. യേശുവിൻ്റെ സത്യവും സ്നേഹത്തിൻ്റെ ഉപദേശം ലഭിച്ച ക്രൈസ്തവ സമൂഹം ഇന്ന് നാം നോക്കുമ്പോൾ എവിടെയാണ് ആ സ്നേഹവും, എവിടെയാണ് ആ സത്യം? ലോകം പോകുന്ന പോക്കിനല്ലേ ഇത് നാം പോകുന്നത്. എന്തും ഏതും ഏറ്റെടുക്കത്തക്കോണം അത് കയ്യിലാക്കുവാനുള്ള പ്രവർത്തനം മാത്രമാണ്. ഇതും കൊണ്ട് എന്താണ് നാം നേടുന്നത്? എന്താണ് ലോകത്തിന് നാം കാണിക്കുന്നത്? ക്രിസ്തു എന്ന ആ സ്നേഹ സ്വരൂപനെയാണോ നാം കാണിച്ചു കൊടുക്കുന്നത്? അതോ നമ്മുടെ വ്യാജമായ വ്യർത്ഥമായ പ്രവർത്തനമാണോ ലോകം കാണുന്നത്? ഗലാത്യ ലേഖനം 5:22-23 വായിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാകുന്നു. ഇവയ്ക്കെതിരായി ഒരു ന്യായപ്രമാണവുമില്ല. ഇന്ന് ആത്മാവിൻ്റെ ഫലത്തിന് പുറകെ, അല്ലെങ്കിൽ ആ ആത്മാവിൻ്റെ ഫലം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കുറവായി. ഇന്ന് ആത്മാവിൻ്റെ കൃപാവരങ്ങൾ സ്വായത്തമാക്കി എനിക്ക് ഇത്രമാത്രം കൃപകളും കൃപാവരങ്ങളും ഉണ്ടെന്ന് കൊട്ടിഘോഷിക്കാനാണ് ആഗ്രഹം. എത്ര വലിയ കൃപകളും കൃപാവരങ്ങളും ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളില്ലെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ആ കൃപകളും കൃപാവരങ്ങളും വ്യർത്ഥമാണ്. കൃപകളും കൃപാവരങ്ങളും ഉണ്ടെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ നിന്റെ പ്രവർത്തനങ്ങളിൽ, നിന്റെ പ്രവർത്തികളിൽ, നിന്റെ വാക്കുകളിൽ, നിന്റെ നിരൂപണങ്ങളിൽ ഈ ആത്മാവിൻ്റെ ഫലമില്ലെങ്കിൽ വേറെ ഒരു കാര്യവുമില്ല. അവിടെയാണ് ക്രൈസ്തവൻ എന്ന് പറയുന്നത് മാറ്റപ്പെട്ട അവസ്ഥയെന്ന് ലോകം മനസ്സിലാക്കുന്നത്. എഫേസ്യ ലേഖനം 4:22 പറയുന്നത്, നിങ്ങളുടെ മുൻകാല ജീവിത രീതി പരിഗണിച്ച് വഞ്ചനയുടെ മോഹങ്ങളാൽ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക. അതായത് 2024 ഡിസംബർ 31 വരെ ജീവിച്ച മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് 2025 നാം ഒരു പുതുക്കപ്പെട്ട ക്രിസ്തുവിനെ വഹിച്ച ഒരു സൃഷ്ടിയായി തീരുവാനാണ് കർത്താവിൻ്റെ ആഹ്വാനം. 1 പത്രോസ് 2:2 ഇപ്രകാരമാണ് പറയുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൻ. അതായത് ഓരോ ദിവസവും എന്നെ കർത്താവെ നിന്റെ വചനത്തിൽ ബലപ്പെടുത്തുവാൻ, നിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ, സത്യം മനസ്സിലാക്കുവാൻ, നീതിക്ക് വേണ്ടി, സ്നേഹത്തിനു വേണ്ടി, സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ എന്നെ സഹായിക്കണമെന്ന് പറയണം. അതാണ് 1 യോഹന്നാൻ 4:15-16 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യേശു ദൈവപുത്രൻ എന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ദൈവം അവനിലും വസിക്കുന്നു. അപ്പോ മനസ്സിലായല്ലോ, സഭകളിലും ശുശ്രൂഷകളിലും ഇതില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹമില്ലെങ്കിൽ ദൈവമില്ല അവിടെ. എത്ര വലിയ ആചാര്യനായാലും, എത്ര വലിയ സഭാശ്രേഷ്ഠനായാലും, ആ വ്യക്തിയുടെ നാവിൽ നിന്ന് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മുറിപ്പാടുകൾ സൃഷ്ടിക്കുന്ന വാക്കുകളും പ്രവൃത്തികളുമാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ദൈവം മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹമില്ലെന്ന് മാത്രമല്ല, ആ ശുശ്രൂഷകളിൽ ദൈവ സാന്നിധ്യം കാണുകയില്ല. ദൈവ സാന്നിധ്യം കാണണമെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ളൊരു മനസ്സ് വേണം. നാം ക്രിസ്തുവിൽ ഒന്നായി ഉള്ള ചിന്തയിലല്ല, പ്രവർത്തനത്തിൽ നാം മുന്നേറണം. 2025 നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? നമ്മുടെ ജീവിതത്തിൽ സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, സ്നേഹത്തിനു വേണ്ടി ആത്മാവിൻ്റെ ഫലങ്ങൾ പ്രവർത്തിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ കഴിയുമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ 2025
ക്രൈസ്തവ സമൂഹത്തിനൊരു മാറ്റം വരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. നാം ചിന്തിക്കും, ഞാൻ ഒരാളായിട്ട് എന്ത്? നാം മനസ്സിലാക്കേണ്ടത്, ലോകം കീഴ്മേൽ മറിച്ച 12 ശിഷ്യന്മാർ ആണെങ്കിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ കാഴ്ചയോട് വെക്കുകയാണെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിനൊരു പുതിയ ഉണർവും ഒരു പുതിയ ജീവനും ലഭ്യമാകുവാൻ കഴിയും. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സുരസ്നാഥ, ഇത്രത്തോളം ഞങ്ങളെ വഴിയെടുത്ത നന്മകൾക്കായി നന്ദിയോട് സ്തോത്രം. എൻ്റെ കൃപയുടെ സാന്നിധ്യത ഇത്രത്തോളം കാത്തൊരുവാഴ്ചനായ നന്ദിയോട് സ്തോത്രം. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവേ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ കർത്താവേ, സ്നേഹത്തിൽ നിലകൊള്ളുവാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ നിൻ്റെ കൃപയിൽ ഈ പുതിയ വർഷം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഓരോ കാഴ്ചയോടുകളും കർത്താവേ, അങ്ങയുടെ മഹത്വത്തിനെ അങ്ങയെ മഹത്വീകരിക്കുന്നതായി തീരുവാൻ സഹായിക്കണം. ഞങ്ങളുടെ കുറവും ഞങ്ങളെ ബലഹീനം ക്ഷമിച്ച കർത്താവേ, എൻ്റെ മഹത്വത്തിനൊത്തോളം നിലകൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.